ഹലോ ഫ്രണ്ട്സ്, 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ഡേ 11. ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് പരാതികൾക്ക് വിട, അഭിനന്ദനങ്ങൾ തുടങ്ങാം. നമ്മൾ ഈ പരാതിപ്പെടുന്ന ശീലം ഉണ്ടെങ്കിൽ ആ ശീലം നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കുക. പകരം അഭിനന്ദനങ്ങൾ കൊടുക്കുക. എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് പരാതിപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ഇരയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ ആ സാഹചര്യത്തെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ആ സാഹചര്യത്തെ മാറ്റുക, അതുമല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുക. ബാക്കിയെല്ലാം ബുദ്ധിശൂന്യതയാണ്. എക്കാർട്ട് ടോളിന്റെ ജീവിതം പൂർണ്ണമായി ആസ്വദിക്കാനുള്ള ടെക്നിക്ക്. ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാണ് നാം പലപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ ചിന്തകളിലും മനോഭാവത്തിലും മാറ്റമുണ്ടാകുന്നതിലൂടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ലളിതമായ ഒരു ടെക്നിക്കാണ് ഇന്ന് നാം പഠിക്കുന്നത്. അതായത് പരാതികളില്ല, പകരം അഭിനന്ദനങ്ങൾ മാത്രം. നോൺ കംപ്ലൈൻറ്റ് മോഡ് ആൻഡ് കോംപ്ലിമെൻറ്റ് മോഡ് എന്ന മോഡിലേക്ക് നാം എന്തിലാണോ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അവിടേക്ക് ഊർജം കൂടുതലായി ഒഴുകിക്കൊണ്ടിരിക്കും. അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ദിവസം നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതുമായ വാക്കുകൾ, ഇതെല്ലാം അധികമായി നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം അറിയാതെയാണെങ്കിലും നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ട് പരാതികൾ നിർത്തണം? പരാതികൾ ലഹരി പോലെ ഒരു അടിമത്തം സൃഷ്ടിക്കുന്ന കാര്യമാണ്. എത്രത്തോളം നാം പരാതിപ്പെടുന്നുവോ അത്രത്തോളം ശക്തമായൊരു ശീലമായി അത് മാറും. പിന്നീട് അത് ഒഴിവാക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ലെന്ന് പരാതിപ്പെടുന്നവരുടെ ജീവിതത്തിലെ പ്രധാന വില്ലൻ ഈ പരാതിയാണ്. അതാണ് യാഥാർത്ഥ്യം. ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ ഒരു വിത്ത് നടുന്നതുപോലെയാണ്. വിത്ത് നട്ടിട്ട് അതിന് വേര് വന്നോ എന്ന് വീണ്ടും വീണ്ടും കിളച്ച് അത് പുറത്തെടുത്ത് നോക്കുന്നവർ ആ ചെടിയെ വളരാൻ അനുവദിക്കാതെ കൊല്ലുകയാണ് ചെയ്യുന്നത്. പരാതികളും നമ്മുടെ ജീവിതത്തോട് ചെയ്യുന്നത് ഇതുതന്നെയാണ്. ലോ ഓഫ് മാനിഫെസ്റ്റേഷനിലൂടെ വലിയ സ്വപ്നങ്ങളുടെ വിത്ത് നമ്മുടെ ഉള്ളിൽ നട്ടിട്ട് പരാതി പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെ ആ സ്വപ്നം സഫലമാകും? നമ്മുടെ ചിന്തകളും വാക്കുകളും ഏത് രീതിയിലാണോ പ്രതിഫലിക്കുന്നത്, കേൾക്കുന്നത്, പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ അധികമായി നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം നമ്മൾ അറിയാതെ തന്നെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം സംഭവിക്കണമെങ്കിൽ, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം. അതിനായി നോൺ കംപ്ലിമെൻറ്റ് മോഡ് ഓർ കംപ്ലിമെൻറ്റ് മോഡ് എന്ന ടെക്നിക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കാം. എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇന്നത്തെ ദിവസം ഉറങ്ങുന്നതിന് മുന്നേ എത്ര പരാതികളാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് എൻ്റെ ഈ സുഹൃത്ത് നെഞ്ചിൽ കൈവച്ച് കണ്ണടച്ച് ഒന്ന് ഓർത്തു നോക്കൂ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ എത്രമാത്രം പരാതികളാണ് പറഞ്ഞതെന്ന് ഓർത്ത് നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും. ചിലരാകട്ടെ പരാതി പെട്ടികളാണ്. രാവിലെ മുതൽ രാത്രി വരെ അവർക്ക് പറയാനുള്ളത് പരാതികളും പരിഭവങ്ങളും മാത്രമായിരിക്കും. അത്തരക്കാരോട് സംസാരിക്കാൻ ആർക്കും താല്പര്യമുണ്ടാകില്ല. ഇന്നു മുതൽ നമുക്ക് പരാതികൾ നിർത്താം. അതായത് അടുത്ത 24 മണിക്കൂർ നേരം ഞാൻ യാതൊരു കാര്യത്തിനും പരാതി പറയില്ലെന്ന് എൻ്റെ ഈ സുഹൃത്ത് തീരുമാനിക്കുക. ആരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും എനിക്ക് പരാതികൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കുക. നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ചെറിയൊരു അളവ് ഊർജം പോലും കൊടുക്കാതിരിക്കുക. നമ്മൾ പൂർണ്ണമായും നോൺ കംപ്ലൈൻറ്റ് മോഡിലേക്ക് മാറുകയാണ്. നിങ്ങൾക്കിപ്പോൾ യാതൊരു തരത്തിലുള്ള വ്യാകുലതകളുമില്ല. ഈ നിമിഷം മുതൽ നാളെ ഇതേ സമയം വരെ നിങ്ങൾ എല്ലാറ്റിനെയും ന്യൂട്രലായി കാണാൻ പോവുകയാണ്. കുടുംബത്തിലാകട്ടെ ഓഫീസിലാകട്ടെ, നിങ്ങൾ ഇടപെടുന്ന ഏത് മേഖലയുമായിക്കൊള്ളട്ടെ, പരാതിയും പരിഭവവും വിദ്വേഷവും ഇല്ലാത്ത ഈ നിലപാട് കാത്തു സൂക്ഷിക്കുക. ഒരു പരാതിയുമില്ലാത്ത അവസ്ഥ നിങ്ങൾ ആത്മാർത്ഥമായി ഒന്ന് ആസ്വദിക്കുക. ഇപ്പോൾ നിങ്ങൾ പരാതികളുടെ മോഡ് ഓഫാക്കി. ഇനി ഓണാക്കേണ്ടത് അഭിനന്ദനങ്ങളുടെ മോഡാണ്. അതായത് ഈ ഒരു നിമിഷം മുതൽ പരാതികളിൽ നിന്ന് അഭിനന്ദനത്തിലേക്ക് നാം മാറുകയാണ്. ഇന്നു മുതൽ ഏതൊരു നല്ല കാര്യം കാണുമ്പോഴും അത് അംഗീകരിക്കാനും നല്ലത് പറയാനും ശ്രമിക്കുക. മറ്റുള്ളവരുടെ വിജയങ്ങളെ അഭിനന്ദിക്കുക. അവരെക്കുറിച്ചുള്ള നല്ല വാർത്തകൾ കേൾക്കുമ്പോൾ ഐ അപ്രീഷിയേറ്റ് യു, കൺഗ്രാറ്റ്സ് എന്ന് പറയുക. ഇന്നു മുതൽ നാം എന്താണോ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് അവർക്ക് കൊടുക്കുക.
അവർ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള ചെറുതോ വലുതോ ആയ നല്ല കാര്യങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി നന്ദി പറയുക. നിങ്ങളെ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഉപദ്രവിച്ചാൽ പോലും ഈ 24 മണിക്കൂർ നിങ്ങളുടെ നിലപാട് മാറ്റാതിരിക്കുക. മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഈ ഗോൾ കാർഡില്ലേ, അത് ഉറങ്ങുന്നതിന് മുൻപായി 5 പ്രാവശ്യം ആത്മാർത്ഥമായി ഫീൽ ചെയ്ത് വായിക്കുക. ഓരോ തവണ ഗോളുകൾ വായിക്കുമ്പോഴും മനസ്സിൽ പറയേണ്ടത്, ഞാൻ ആഗ്രഹിച്ച കാര്യം പല വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ്. ഒപ്പം വിഷൻ ബോർഡ് എക്സസൈസും ചെയ്യാൻ മറക്കാതിരിക്കുക. എൻ്റെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ലോകത്തെവിടെയോ എനിക്ക് വേണ്ടി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന മനോഭാവത്തിലായിരിക്കണം ഇനിയുള്ള നിങ്ങളുടെ ഓരോ ദിവസവും. ഈ പരാതികൾ എങ്ങനെയാണ് നമ്മെ ബാധിക്കുന്നതെന്ന് നോക്കിയാലോ. ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ കാണാൻ കഴിയാതെ പോകുന്നു. നല്ല കാര്യങ്ങളിലും നെഗറ്റീവ് കണ്ടുപിടിക്കുക എന്നത് സ്വഭാവമായി മാറുന്നു. ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതെ വരും. കാരണം നിങ്ങൾ ആകർഷിക്കുന്നത് പരാതികളെയാണ്. നിങ്ങൾ പുറത്തേക്ക് വിടുന്ന ഊർജത്തിന് സമാനമായ ഊർജമാണ് നിങ്ങൾ ആകർഷിക്കുക. അതെപ്പോഴും ഓർക്കുക. പരാതി പറയുന്ന സ്വഭാവം കൊണ്ട് നല്ല സുഹൃത്തുക്കളെയും പോസിറ്റീവായി ചിന്തിക്കുന്നവരെയും നിങ്ങൾക്ക് നഷ്ടമാവും. ഈ സ്വഭാവം നിങ്ങൾക്ക് പല അസുഖങ്ങളും നേടിത്തരുന്നു. ഒപ്പം ശത്രുക്കളെയും ഉണ്ടാക്കിത്തരും. പരാതികൾ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെ തല്ലിക്കെടുത്തുന്നു, ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്നു, സ്വയം ഒരു ഇരയായി നിങ്ങൾ മാറുന്നു. നിങ്ങളുടെ യാഥാർത്ഥ മൂല്യം തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നു. ആഗ്രഹിച്ചാൽ പോലും ഈ ശീലം നിങ്ങൾക്ക് നിർത്താൻ ബുദ്ധിമുട്ടാകുന്നു. അതുകൊണ്ട് പരാതികൾ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കുക. പകരം അഭിനന്ദനങ്ങൾ നൽകുക.